ഈ സ്ഥിരോത്സാഹം ഉണ്ടാവുക എന്നുള്ളതാവട്ടെ 2026 ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ. രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ വിവിധയിടങ്ങളിൽ നിരവധി പേരെത്തുന്നുണ്ട്. ന്യൂ ഇയർ പ്രമാണിച്ച് ക്ഷേത്രത്തിലെത്തി ഒന്ന് തൊഴുത് പള്ളിയിലേക്ക് എത്തി ഒന്ന് പ്രാർത്ഥിച്ച് പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ. ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായി ജിമ്മിൽ പോകാൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ രാവിലെ ഒന്ന് ഇറങ്ങാൻ പോകുന്നു. നമുക്കൊപ്പം ഷബാസ് മുഹമ്മദും സിനോജ് തോമസും ഹരിമോഹനുമുണ്ട്. തത്സമയം ഹരി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. അപ്പോൾ ഹരി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. സിനോജ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഷബാസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ആദ്യം ഞാൻ ഹരിയിലേക്ക് പോകാം. ഹരി, പത്മനാഭന്റെ അടുത്തേക്ക് ഒരുപാട് പേര് രാവിലെ തന്നെ വരുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിലൂടെ പുതുവത്സരം തുടങ്ങുന്നവരുണ്ട്. ചില ക്രാഫ്റ്റ് വില്ലേജിലും കോവളത്തും ഒക്കെ ഗംഭീര ആഘോഷമായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിച്ചതാണ്. ശംഖുമുഖത്തടക്കം ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ഒഴുകിയെത്തി. പുതുവർഷപ്പിറവി വലിയ പുതുപ്രതിജ്ഞയോടുകൂടിയാണ് പലരും ഏറ്റെടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് 2026 തുടക്കം? ഹരി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗൈൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ല തുടക്കമാണ്. രാവിലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്ന് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. രാവിലെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങാന്ന് വെച്ചോ? അതെ. എങ്ങനെയുണ്ട് 2026 എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ? റെസൊല്യൂഷൻ ഒരുപാടുണ്ട്. നല്ലതാണ്. ഇവിടെ നിന്നാ തുടങ്ങി. എപ്പോഴും നമ്മളിവിടെയാണ് വരുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് റെസൊല്യൂഷൻ തുടങ്ങുന്ന ആളുകളെ വരെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കാണ് രാവിലെ മുതൽക്ക് തന്നെ. സാധാരണ ഇങ്ങനെ ഈ സമയത്ത്, അതും ഇങ്ങനെ ഈ ഒരു ദിവസം അത്ര വലിയ തിരക്കുണ്ടാവാറില്ല. പക്ഷേ ഇത് പുതുവർഷമാണ്. പുതുവർഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തിരക്കുകളും ഉണ്ട്. ആളുകളൊക്കെ രാവിലെ പ്രായഭേദമന്യേ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെയൊക്കെ തന്നെ രാത്രി വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ആഘോഷത്തിൻ്റെ ക്ഷീണമൊന്നും ബാധിക്കാതെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ പുതുവർഷമായിട്ട് ഇവിടെ തുടങ്ങി അല്ലേ? അരുൺ, ഏറ്റവും രസകരമായ കാഴ്ച എന്ന് പറയുന്നത് മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമലയാണ് കൂടുതലായിട്ട് കേരളത്തിൽ അത്തരത്തിൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്നുകൂടി പറയുന്നത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി. നമ്മൾ സംസാരിക്കുന്ന ആളുകൾ പകുതി പേരും മലയാളികളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരുൺ, അതെ അതെ, നല്ല തുടക്കത്തിന് വേണ്ടി ക്ഷേത്ര ദർശനം തുടങ്ങുന്നവരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ മാത്രമല്ല ശബരിമല സീസൺ കൂടിയാണ്. അപ്പോൾ ഹരി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. നമുക്കൊന്ന് ഷബാസിലേക്ക് കൂടി ഒന്ന് പോകണം. സിനോജ് തോമസും ഉണ്ട് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം നമുക്ക് ഷബാസ് അഹമ്മദിലേക്ക്. ഷബാസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. കൊച്ചി ഇന്നലെ പൊളിച്ചു കേട്ടോ. 2 പാപ്പാഞ്ഞികളെ കത്തിച്ചു. എന്തൊരു തിരക്കായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. കാക്കനാട് ഷബാസ് എന്ന സ്ഥലത്തും വലിയ തിരക്കായിരുന്നു. എൻജിഒ ക്വാർട്ടേഴ്സിന് അവിടെയും അവിടെ ഒരു ക്യൂട്ട് പാപ്പാഞ്ഞിയെ കത്തിച്ചത് നമ്മൾ കണ്ടു. ആ കത്തിക്കലെല്ലാം കഴിഞ്ഞ് രാവിലെ എങ്ങനെയാണ് ഉണർന്നെഴുന്നേറ്റോ കൊച്ചി? അരുൺകുമാർ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ്. കൊച്ചിക്ക് ഇന്നലത്തെ ആഘോഷത്തിന്റെ ചെറിയൊരു ക്ഷീണമുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിന്റെ സമീപത്താണ്. രാവിലെ റെസൊല്യൂഷനൊക്കെ ആയിട്ട് ആളുകൾ ആരെങ്കിലും കൂടുതൽ ഇങ്ങോട്ട് ഓടാനോ നടക്കാനോ ഒക്കെ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. രാവിലെ വന്നപ്പോൾ കുറച്ച് ആളുകൾ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ആളുകൾ ഇന്ന് റെസൊല്യൂഷൻ എടുത്ത് വന്നതാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥിരക്കാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സാധാരണഗതിയിൽ നിന്നും ആള് കുറവാണ് ഇന്ന് എന്ന കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ഇന്നലത്തേതിന്റെ ക്ഷീണം ബാധിച്ചതായിരിക്കാം എന്ന് വിചാരിക്കാം. നാളെ 2-ാം തീയതി ഉണ്ടല്ലോ. നാളെ മുതൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ എത്തിയേക്കാം. കുറച്ച് യൂത്ത് ഇവിടെ ഉണ്ട്. കാറ്റുകൊള്ളാൻ വന്നാണോ അതോ നാളെ തുടങ്ങണോ ഇന്ന് തുടങ്ങണോ എന്നുള്ള ആശങ്കയിലാണോ റെസൊല്യൂഷൻ? അല്ല, ഇന്നോട്ട് തുടങ്ങിയോ? എന്താണ് ഡെയിലി ഓടാൻ പോണ്ട്. ഇതിപ്പോ ഓടാൻ വന്നാണോ? എത്ര റൗണ്ട് ഓടി? ഒരു 5-6 റൗണ്ട് ഓടി. ഞാൻ അവരോട് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു കുറച്ച് നന്നായി തള്ളിക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ടാണ്. എന്താണ് റെസൊല്യൂഷൻ? പ്രത്യേകിച്ചൊന്നുമില്ല. ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ആഘോഷമൊക്കെ കിട്ടില്ലായിരുന്നു. ഒരു ക്ഷീണം മുഖത്ത് കാണുന്നുണ്ടോ? ചെറുതായിട്ട്. അപ്പൊ നമുക്ക് നാളെ 2-ാം തീയതി തൊട്ട് തുടങ്ങാലോ അവിടെ? അല്ലല്ലേ, എന്ത് റെസൊല്യൂഷൻ എത്ര എടുത്താലും 2 ദിവസം കൊണ്ട് അതിലാണ്ടാവും. എന്തിനാ വെറുതെ എടുത്തിട്ട്? അപ്പോ എടുക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ഇപ്പോഴുള്ള ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ജീവിക്കാൻ നോക്കുക അടുത്ത വർഷം. അതാണ് അനിൽകുമാർ യൂത്തിന് പറയാനുള്ളതാണ്. റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ 2-ാം തീയതി ഞങ്ങൾ തുടങ്ങുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് സ്ഥിരക്കാരുണ്ട്. നമുക്ക് ഓപ്പൺ ജിമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം ഇവിടെ ഇന്ന് ആളുകൾ തിരക്കുണ്ടോ, കൂടുതൽ എത്തിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് സ്ഥിരം വരുന്ന ആളുകളാണ്. സ്ഥിരമായി രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്. അത്രക്കാരാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ചേട്ടാ സ്ഥിരം വരുന്നതാണോ? ഇന്ന് ആള് കുറവല്ലേ? ഇന്ന ആളില്ല. ഇന്നലത്തെ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ എന്തൊക്കെയാണ് ചേട്ടന്റെ പുതിയ വർഷത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
പ്രതീക്ഷകള് ഇവിടെ കേരളത്തിലായാലൊന്നും പറയാനില്ല. പ്രതീക്ഷകളില്ലാത്ത കേരളമാണ്. അതെന്താ അങ്ങനെ? അല്ല, ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ. അവരൊക്കെ ഇവിടുന്ന് പോയി ഒരു പുതിയ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ രക്ഷയുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആക്കി വെച്ചേക്കണേ. ഓക്കെ, അതൊക്കെയാണ് അരുൺകുമാർ. പ്രതീക്ഷകൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇന്ന് ആള് കുറവാണ്. ഞങ്ങൾ കൊച്ചിക്കാർ നാളെ 2-ാം തീയതി മുതൽ ഓടിത്തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ജിമ്മിൽ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. അവരുടെ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ 1-ാം തീയതി തന്നെ റെസൊല്യൂഷൻ തുടങ്ങണമെന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. 1-ാം തീയതി തുടങ്ങുന്ന റെസൊല്യൂഷൻ 10-ാം തീയതി ആകുമ്പോഴേക്കും ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയും പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതൊന്നുമില്ല, ഇക്കുറി കുറച്ച് ഗംഭീരമാക്കും എന്നുള്ളതാണ്. പാപ്പാജിയൊന്നും സ്വന്തമായിട്ട് കത്തിക്കാനില്ലായിരുന്നെങ്കിലും ഇന്നലെ കോഴിക്കോട് ഉഷാറാക്കി. കോഴിക്കോട് ബീച്ചിലൊക്കെ നല്ല തിരക്കായിരുന്നു, നല്ല വൈബായിരുന്നു. വയനാട്ടിലാണെങ്കിൽ വേടൻ തകർത്ത് തിമിർത്ത് വാരി എന്നാണ് കേട്ടത്. അപ്പോൾ വലിയ ആൾക്കൂട്ടമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന് ക്ഷീണമൊക്കെ മാറി കൊച്ചിയൊക്കെ ഉണർന്നു വരുന്നു. കോഴിക്കോടിന്റെ അവസ്ഥ കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സുനോയ് തോമസ് ഉണ്ട്. സുനോയ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോടിന്റെ ആഘോഷത്തിന്റെ കെട്ടൊക്കെ ഇറങ്ങിയോ? ആഘോഷത്തിന്റെ ഹരികുമാർ, അതിന്റെ ആ സൂചന മനസ്സിലായി. ആഘോഷത്തിന്റെ കെട്ടെന്ന് ചോദിച്ചതിന്റെ അത് ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് തോന്നുന്നത് ബീച്ചിൽ കുറെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. ആ ക്ഷീണത്തും കൊണ്ട് കിടന്നുറങ്ങുന്നതായിരിക്കും. ഞാൻ ബീച്ചിലാണുള്ളത്. ഹരികുമാർ പറഞ്ഞതുപോലെ ഇവിടെ കത്തിക്കാൻ പാപ്പാഞ്ഞൊന്നുമില്ല. പക്ഷേ ഇഷ്ടംപോലെ ആളുകളാണ് കോഴിക്കോട് ബീച്ചിലേക്ക് രാത്രിയിൽ എത്തിയത്. ഇന്നലെ രാത്രി വന്ന ആളുകൾ ഇതുവരെ മടങ്ങിപ്പോയിട്ടുമില്ല. ഞാൻ കുറെ ആളുകളെ കണ്ടിരുന്നു. ഇന്നലെ വന്ന ആളുകളാണ്. ഇവിടെ ഇപ്പോഴും ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. ബീച്ചിലേക്ക് സാധാരണ ഇത്ര തിരക്ക് രാവിലെ ഉണ്ടാകാറില്ല. പതിവായി നടക്കാൻ വരുന്നവർ അതേപോലെ നടക്കുന്നുണ്ട്. പുതിയ ആളുകളൊന്നും തന്നെ നടക്കാനില്ല എന്നൊരു കൗതുകം കൂടെയുണ്ട്. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് വെറുതെ പൊളിച്ച് കളയണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ആളുകൾ കൂടുതലായിട്ട് നടക്കാൻ വരാത്തത്. സ്ഥിരമായി വരുന്ന ആളുകൾ മെക്സാമിന്റെ ആളുകളൊക്കെ തന്നെയാണ് രാവിലെ ഉള്ളത്. കുറച്ച് കുട്ടികൾ എവിടെയുണ്ട്. നിങ്ങൾ എവിടെന്നാ വരുന്നത്? പന്തീരങ്കാവ്. ഏതാ സ്കൂളാണോ? സ്കൂളാ? റെസിഡൻഷ്യൽ ക്യാമ്പസ് ന്യൂ ഇയർ ആഘോഷിക്കും വന്നോണ്ട് എന്താ പരിപാടി? ഒരേ ടീഷർട്ടൊക്കെ കാണുന്നത്? ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യാൻ വന്നാണ്. ക്ലീനിങ്ങിന് വന്നാ? കുറെ പേരുണ്ടോ? കുറേ പേരുണ്ട്. എല്ലാ വർഷം വരാറുണ്ടോ? ഈ വർഷം ആദ്യമായിട്ടാണോ? ഈ വർഷം ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം ക്ലീനിങ് ആണോ? തലേന്ന് രാത്രി എന്തായിരുന്നു ചെയ്തേ? അതിന് രാത്രി ഇതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം. വീട്ടിൽ കിടന്ന് ഉറങ്ങി അതോ ന്യൂ ഇയർ ആഘോഷിച്ചോ? ന്യൂ ഇയർ ആഘോഷിച്ചൊന്നുമില്ല. ഹരികുമാർ, ഈ ബീച്ച് നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. 1-ാം തീയതി ഞാൻ തന്നെയാണ് ലൈവ് ചെയ്തത്. അന്നും ഇതേപോലെ ബീച്ച് വൃത്തിയാക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നിരുന്നു. കാരണം ന്യൂ ഇയറിന് ആഘോഷിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ വരും. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മൊത്തം വേസ്റ്റ് ബീച്ചിലേക്ക് വലിച്ചിടും. കുട്ടികൾ മാതൃകയാണ് കേട്ടോ. ഈ ന്യൂ ഇയറിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബീച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ എത്തി. ഇവർ സ്കൂളിൽ നിന്ന് വന്നവരാണോ അതല്ല സ്വയം തോന്നി വന്നവരാണോ ഈ കുട്ടികൾ? അവര് സ്കൂളിൽ നിന്ന് ഒരുമിച്ച് വന്നതാണ്. അധ്യാപകർക്കൊപ്പം വന്നവരാണ്. ഇതേപോലെ തന്നെ പല ടീമുകളും നമ്മളിവിടെ കാണുന്നുണ്ട്. സ്ഥിരമായി നടക്കാൻ വരുന്ന ആളുകളൊക്കെ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എവിടെ നിന്നാണ്? ഇന്നലെ വന്നായിരിക്കും അല്ലേ? ഇന്നലെ വന്നതാ. പോയില്ല. ഇനി എപ്പോഴും വീട്ടിലേക്ക് പോവാ? 5 മിനിറ്റ് ഇറങ്ങാൻ നിൽക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ബീച്ചിൽ ആഘോഷം? അടിപൊളിയായിരുന്നു. സെറ്റാ. ഓക്കെ, നല്ല വൈബായിരുന്നു. അടിപൊളി വൈബായിരുന്നു. ആദ്യമായിട്ടാണ് ബീച്ചിലെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്? അല്ല, കുറെ കോഴിക്കോട് ബീച്ചില് അല്ല, കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്നിട്ട് അങ്ങോട്ടും കൂടെ നടക്കുക, കാഴ്ചയാണ് മാത്രം. കാഴ്ചയല്ല, നൈറ്റ് ഫുള്ള് പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഈ മാളിലൊക്കെ ഉള്ള പോലെ ആഘോഷങ്ങളോ പാട്ടോ അങ്ങനെ പരിപാടി ഒന്നും ഇല്ലല്ലോ. നമ്മള് ചെക്കന്മാരൊക്കെ എല്ലാവരും അടിച്ചു വിളിക്കുക. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഇല്ല. ഏതായാലും ഇന്നലെ വന്ന ആളുകളാണ് ഇപ്പോഴും ബീച്ചിൽ തുടരുന്നത്. ഇനി പകല് പോയി കടന്നുറങ്ങും? എന്താ ചെയ്യുന്നത്? അല്ല, വർക്കിന് പോകുന്നവരെ. ജോലിയുണ്ട്. സ്ഥലത്ത് പോയിട്ട് ഉറങ്ങുമോ? ഇല്ല, അവിടെ പോയിട്ട് ഉറങ്ങൂല. ഏതായാലും രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന ന്യൂ ഇയർ ആഘോഷിച്ച് ഇനി ജോലിക്ക് പോകേണ്ട ആളുകളാണ് ഇപ്പോഴും ബീച്ചിൽ തുടരുന്നത്. ഹരികുമാർ, ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരം മനുഷ്യരെ നമ്മൾ കണ്ടു. രാവിലെ തന്നെ ബീച്ച് ക്ലീൻ ചെയ്യാൻ വന്ന കുട്ടികൾ, ഇന്നലെ രാത്രി മുഴുവൻ ബീച്ചിൽ കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന മനുഷ്യർ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യരുടെ ലോകമാണല്ലോ ഇത്.